ഇങ്ങനെയുള്ള കാഴ്ച കണ്ടിട്ട് എങ്ങനെയാ മക്കളെ കുറച്ചിരിക്കാൻ തോന്നുന്നു. നല്ല ചോറ്, സാമ്പാർ, ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണൊന്ന് കളയിട്ട്. ഇത് മറ്റൊരു ദിവസത്തിലാണുള്ളത്. ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കൂട്ടി എടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെ തപ്പിയിട്ട് നമ്മൾ പാക്കേജും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂംസും കാര്യങ്ങളൊക്കെ തപ്പിയിട്ടൊക്കെയാണ്. ദിസ് ഈസ് റിങ്കു ഭായ്. ഇതാണ് നമ്മളെ മണാലിയിലുള്ള ഡ്രൈവർ കേട്ടോ. മണാലിയിൽ നമ്മൾ ടീം ബൂട്ട്സിൻ്റെ ഡ്രൈവറായിരിക്കും ഇപ്പോൾ നമ്മൾ റിങ്കു ഭായ്. അപ്പോൾ ഇവരാണ് ഇവിടെ നമ്മളെ പാക്കേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാം. അപ്പം നോക്കി നല്ല ആപ്പിൾ തോട്ടത്തിൻ്റെ അടുക്കുള്ള വ്യൂ ഒക്കെയുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഒരു ബഡ്ജറ്റ് പ്ലാനിങ്, അതായത് ഒരു ലോ ബഡ്ജറ്റിലുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ പാക്കേജൊക്കെ ആവശ്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യട്ടോ. സത്യം പറഞ്ഞാൽ 3-4 പാൻറ്റൊക്കെ ആയിട്ടാണ്. 1 2 3 4 പാൻറ്റ്, 3 ഷർട്ട്, ഒരു ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് കഴിഞ്ഞ് ഒന്ന് സോളാങ് വാലി സൈഡിലേക്കൊക്കെ നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് വിടാം. ഞാൻ എന്താ നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. 200 പെട്രോൾ അടിക്കണം. ഇവിടെ ലിറ്ററിന് 97 ഉറുപ്പ്യ 37 പൈസ ഇവിടുത്തെ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് സോളാങ് വാലി സൈഡിലേക്കൊന്ന് പോകാം. ഇതാണ് ഇന്നത്തെ ടാർഗറ്റ്. ഇപ്പോൾ റിങ്കു ഭായ് അപ്പുറത്ത് വേറെ സ്ഥലത്തേക്ക് പോയി, മുപ്പുറത്ത് വേറെ പണികളുണ്ട്. അപ്പോൾ ഇനി ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ കുറേ നടന്നതാ നമ്മളൊരു മലയാളി കട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കയറി നോക്കുമ്പോൾ കട്ടപ്പനയുള്ളൊരു ചേച്ചിൻ്റെ അകത്ത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഫുഡുണ്ട്, നല്ല ചോറുണ്ട്, മോര് കറിയുണ്ട്, സാമ്പാറുണ്ട് എന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ ഉണ്ടാന്ന് പറഞ്ഞു. കുറേ ഫുഡിൻ്റെ വയറ്റിനെല്ലാം പണിയിട്ടിരുന്നു. അപ്പോൾ സന്തോഷമായി. എന്നാ ഉള്ളത് നോക്കിയിട്ട് കഴിക്കട്ടെ. അങ്ങനെ ഇതാ മക്കളെ കിട്ടി. നല്ല ചോറ്, സാമ്പാർ, വറവ്, മോര് കറി, അച്ചാർ, നല്ല ഫുഡ് കേട്ടോ, അടിപൊളി ഫുഡ്. അപ്പോൾ ഇതും കൂടി കഴിച്ചിട്ട് നമുക്കിനി സോളാങ് വാലി സൈഡിലേക്ക് പോകണം. ഓക്കെ, എൻ്റെ മക്കളെ വ്യൂ കണ്ടോ. ഇവിടുന്ന് റോത്താങ് പാസിലേക്കൊക്കെ പോകണമെങ്കിൽ 25 കിലോമീറ്റർ അങ്ങനെ റോത്താങ് പാസിലേക്ക് വരുന്നത്. സോളാങ് വാലി വേറെ സൈഡാണ്. സോ നമുക്ക് ഇതാണ് ബ്യാസ് നദി, ബിലാസിനി അങ്ങനത്തെ പേരും കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ നല്ല പോവാം. ക്യാമറയും കൊണ്ട് ഇങ്ങനെ പോകുന്നതല്ലോ റിസ്ക്കാണ്. ജസ്റ്റ് ഒന്ന് എടുക്കും ഞാൻ. കണ്ട സൈഡ് കണ്ട മഞ്ഞുമലകൾ. റോത്താങ് പാസിൽ ആ സൈഡിലാട്ടെ 25 കിലോമീറ്റർ കൂടെ എങ്ങാനും പോകണം. പിന്നെ ഇവിടുന്ന് വശിഷ്ഠ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ടെമ്പിളൊക്കെ ഉള്ളത്. അത് ഇവിടുന്ന് പോകുന്ന സമയത്ത് റൈറ്റിലേക്കാണ് പോകേണ്ടത്. എന്തായാലും സോളാങ് വാലി സൈഡിലേക്കൊന്ന് പോയേക്കാം. ഓക്കെ, നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ലോണം വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെയാണ് ഫ്ലഡെല്ലാം വന്നിട്ട് ഒലിച്ചു പോയ സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് കംപ്ലീറ്റ് ഫ്രീസായിട്ടുണ്ടാകുക മുകളിലോട്ട്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പം കാണുന്നത് കേട്ടോ, വെള്ളം കുറവും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ടൈമിൽ റാഫ്റ്റിംഗ് ഒന്നും ഇല്ല, അത്ര വലിയ നല്ല എക്സ്പീരിയൻസ് കിട്ടുള്ളൂ നിങ്ങൾക്ക്. ഇപ്പോൾ 3-4 2 ടീഷർട്ടും ഒരു ജാക്കറ്റും എന്തെല്ലോ ഇട്ടിരുന്നു. പക്ഷെ എന്നിട്ടും ഉണ്ട് നമുക്ക് തണുത്തിട്ട് പറക്കുന്നു. പാൻറ്റാണെങ്കിൽ അടിയിലൊരു ഇന്നർ, പിന്നെ ട്രാക്ക് സൂട്ട്, പിന്നെ ഒരു ജീൻസ്, പിന്നെ ഒരു കാർഗോ, മൊത്തത്തിലൊരു 10-15 കിലോ ഡ്രസ്സുണ്ട് വേത്ത്. പോകാം നമുക്ക്. ഇതുണ്ടെങ്കോ പാൽച്ചൻ 8 കിലോമീറ്റർ, സോളാങ് വാലി 12 കിലോമീറ്റർ, അഡൽട്ടനൽ 20, റോത്താങ്ങിൽ 50 കേട്ടോ. ഇങ്ങനെയാണ് കിലോമീറ്റർ. പിന്നെ ഇവിടുന്ന് കിലോങ്ങിലേക്ക് 63, സർച്യൂ ലേയിലേക്കെല്ലാം പോകുന്ന റൂട്ടായിട്ട്. ഇത് നേരെ വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വശിഷ്ഠ ടെമ്പിളിൻ്റെ അടുത്തേക്കൊക്കെ എത്താണ്ട് പറ്റും. ഞാൻ പണ്ട് 5-6 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായി, നമ്മുടെ ബാബുക്കാൻ്റെ കൂടെ. അപ്പോൾ അവിടേക്കൊക്കെ നമുക്കൊന്ന് പോകണം. ഇന്നെന്തായാലും ഒന്ന് സോളാങ് വാലി സൈഡിലേക്ക് പോയിട്ട് വരാം. ഇതുകൊണ്ടോ ആ ഫ്ലഡിൽ ഒലിച്ചു പോയതാണ് ഈ റോഡല്ലോ. അതിൻ്റെ പണിയെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ റോഡാണ്, നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, 4 വരി പാദ്യം ഉണ്ടായ സ്ഥലമായത് മൊത്തം ഇടിഞ്ഞ് പോന്ന് തീർന്നില്ലാണ്ടായിരുന്നു കഴിഞ്ഞ ഫ്ലഡിൽ. അതിൻ്റെ പണിയൊന്നും പോകുന്നില്ല. എന്നിട്ട് ഉള്ളൂട്ടൊക്കെ കയറി പോവാം. ഹൈറ്റിലേക്ക് പോകുന്നതോറും നല്ല തണുപ്പ് കൊണ്ട് തുടങ്ങി കേട്ടോ. തണുപ്പ് തുറക്കുന്നുണ്ട്. ഓക്കെ,
എൻ്റെ മോനെ മേലെ പോകുന്നവർ ഫുൾ ഐസാട്ടാ. ഓക്കെ, ഇവിടെ ഇതാന്ന് ആ റിവറായി കാണുന്നത് എല്ലാം കംപ്ലീറ്റ് ഫ്രോസൺ ആയിട്ടുണ്ടായിരുന്നു. ഫ്രീസായി കിടക്കുന്ന സംഭവങ്ങളെ മൊത്തം കാണാം. അതാണ് ഈ വെള്ളം കുറവ്. എല്ലാം നോക്കി. പിന്നെ ഒരു 4-5 കിലോമീറ്ററും കൂടിയുണ്ട് സോളാങ് വാലിയിലേക്ക്. ഇപ്പം തന്നെ തണുത്തിട്ട് കേട്ടോ ഒന്നും പോരാ. ഒരു 5-6 ഡ്രസ്സും കൂടി വേണം. വണ്ടി അടിപൊളിയാണ്, നൈസാണ്. വെള്ളം കണ്ടു ഇതിലോട്ടുള്ള വാട്ടർഫോൾസ് വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലങ്ങളായിട്ടല്ലോ. അവിടെ എല്ലാം കംപ്ലീറ്റ് ഫ്രീസായിട്ടാവില്ല. നമുക്ക് അതിൽ ലൈറ്റാക്കാണ്ട് വിടാം, തിരിച്ചു വരത്തുണ്ടാവില്ല. ഈ ഒരു സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. ഈ നേരെ കാണുന്ന അപ്പർ സൈഡിലേക്ക് പോയിട്ട് ഇങ്ങേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്നോട് 500 പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞത് 350 എത്തിയിട്ടുണ്ട്. നോക്കട്ടെ, ചിലപ്പോൾ മേലെ വേറെ ഇല്ലോ അടിപൊളി ഉണ്ടാവും. മേലേക്ക് പോയി നോക്കിയിട്ട് ദൈവം നോക്കിയിട്ട് പോവാം. ഇങ്ങനെയുള്ള കാഴ്ച കാണിട്ട് എങ്ങനെയാ മക്കളെ പൊറിച്ചിരിക്കാൻ തോന്നുന്നു. ഹലോ, ഇതൊക്കെയാണ് മക്കളെ സീനറീസ്. സ്കൂട്ടി എടുത്ത് എന്തായാലും നന്നായി കേട്ടോ. അതിലൊക്കെ എനിക്ക് ഇങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ആ നാല് ആദ്യം ആയിരിക്കും നോക്കിയിട്ട് ഇതാ ഫീലടാ. സോളാങ് വാലിലേക്ക് ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ട്. നമുക്ക് നേരെ അടുത്തേക്ക് പോവാം. വാവ് വാവ് വാവ്. മഞ്ഞങ്ങാനും ഇപ്പം വീണ്ടെങ്കിൽ പണി കിട്ടും. പണി എടുത്തിട്ട് പോകാൻ കഴിയില്ല. സോ ഗൈസ്, ഞാനിപ്പോൾ ഇതാ സോളാങ് വാലിയിൽ എത്തിയിട്ടുണ്ട്. വ്യൂ നോക്കിയാൽ നിങ്ങൾ, ഇതാണ് ഇപ്പോഴത്തെ സോളാങ് വാലിൻ്റെ അവസ്ഥ. മഞ്ഞ് മൂടി കിടക്കുന്ന സോളാങ് വാലി. എന്താ അല്ലേ, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് മറ്റേ നമ്മൾ അഡൽ ടണൽ, സിസു, അതൊക്കെ അങ്ങോട്ടേക്കാണ്. പക്ഷേ നമ്മൾ 2 വീലറൊന്നും ഇപ്പം അങ്ങോട്ടേക്ക് പോകാണ്ട് പറ്റില്ല, വിടൂല അവർ. സോ നമുക്ക് 2 വീലിൽ എത്തിപ്പെടാണ്ട് പറ്റുന്ന ലാസ്റ്റ് ഫൈനൽ സ്റ്റോപ്പാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വിൻ്റർ സീസണിൽ ഈ ഒരു മണാലിയിലുള്ള സോളാങ് വാലി എന്ന് പറയുന്നത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, കാണുന്നില്ലേ? പാരാഗ്ലൈഡിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്കൈയിങ് ഉണ്ട്. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചായ എല്ലാം കുടിച്ച് ഐസ് നല്ല ഇങ്ങനെ കളിച്ച് കളിയാക്കാം. അതിൻ്റെ ഈ ഗ്രിപ്പുള്ള ഷൂസ് എന്ന് പറഞ്ഞിട്ട് ഈനെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല കേട്ടോ നിലവിൽ. വ്യൂ നോക്കിയ മക്കളെ, ഭാരമായ വ്യൂ ആണ്. വെള്ളത്തിലുള്ള റേറ്റല്ലോ. പിന്നെ പാരാഗ്ലൈഡിങ് ഞാൻ ഓൾറെഡി ചെയ്തിന്, അതുകൊണ്ട് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ജസ്റ്റ് കയറി എല്ലാം കണ്ടിട്ട് ഇങ്ങനെ വരാം. इसको कितना है? किसका? इसकी 1000 का। 1000 ऊपर से होगा। ऊपर से नहीं ऐसा ना, अगर पैकेज लेना पैकेज ले लो। पैकेज फॉर एक्टिविटी। ये फॉर एक्टिविटी। यस कौन सा? स्कीइंग, टायर, जिप लाइन, एटीवी राइड। ये इसकी जगह एटीवी राइड मिलेगा। ओके ओके, इसको पूरा कितना है? ये 2000 पड़ेगा। 2000। हां हां यूट्यूब पे यूट्यूब में कौन सा कोई सही बात होगी भाई। जाना है नहीं चाहिए अभी कैसे जाया कर लो, अभी कर लो। 4 ആക്ടിവിറ്റീസിന് 2000 പോയിട്ട് വരാം. നമുക്കൊന്നും വേണ്ട. ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ കണ്ടു. ഇവിടെ അവരെന്ന് ചെയ്യാൻ വെച്ചാൽ ഈ വരുന്ന പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ ഫോട്ടോസ് എടുക്കും. ഇവിടെ ആ ഫോട്ടോസ് കാണിച്ചിട്ട് വില വെച്ചു. ഇത്ര പൈസ നിങ്ങൾക്ക് തരാം, ഇത്ര പൈസ എന്നാൽ നിങ്ങൾക്ക് തരാം ആ ഫോട്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് അവർ കണ്ട് വെക്കും. അതാണ് ഇവരുടെ പരിപാടി. കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഇട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറേ കാഴ്ചകൾ സോളാങ് വാലിയിൽ വന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതുപോലുള്ള ആ ബോളിൽ ഇങ്ങനെ ഉരുണ്ട് വരാം. സ്കീയിങ് ഉണ്ട്, പാരാഗ്ലൈഡിങ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട് ഇവിടെ. ഇവിടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3500 രൂപ ഹൈ ഫ്ലൈക്ക്, അതുപോലെ തന്നെ ഷോർട്ട് ഫ്ലൈ ആണെങ്കിൽ 1000 രൂപ. അതാണ് ഇവിടുത്തെ ചാർജ്. ഞാൻ പിന്നെ ഓൾറെഡി ഇവിടെ നിന്ന് ഹൈ ഫ്ലൈ നമ്മൾ മുമ്പ് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ നിന്ന് ഇപ്പോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണുക എന്നിട്ട് പോകുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ പാരാഗ്ലൈഡിങ് എന്നുള്ളത് നല്ല രസമാണ്. പക്ഷേ എന്താ പറയുക, എല്ലാവർക്കും എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല.
അതൊക്കെ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് റാഫ്റ്റിംഗ് ആയിരുന്നു, റിവർ റാഫ്റ്റിംഗ് ഇല്ലേ, അതായിരുന്നു കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത്. എനിക്കെന്തായാലും ഇന്ന് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ആ സിപ്പ് ലൈൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എൻ്റെ മോനെ ഇതിലൂടെ നടന്ന് ലാസ്റ്റ് ഷൂസ് നോക്കിയ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മണ്ണലൊന്ന് കളയിട്ട് 2 സോക്സിൽ ഇട്ടിട്ടാ വന്നിന്. നടന്ന് വരുമ്പോൾ ഇങ്ങനെ കുണ്ടായി വരുന്നോണ്ട് നടക്കുന്നില്ല. എടാ ഇതെല്ലാം കാണാണ്ട് പിന്നെ എന്തിനാ ചങ്ങായിമാർ ഇങ്ങനെ ജീവിക്കുന്നത്? ഇത് മാത്രമൊന്നുമല്ല, കുറേ എന്തെല്ലാം കാഴ്ചകൾ പടപ്പാന്നിട്ട് പടച്ചാൻ വേണ്ടി ദുനിയാവിൽ ഉണ്ടാക്കി വെച്ചു. അതൊന്നും കാണാണ്ട് അവിടെ പുറക്കിരുന്നിട്ട് കൊണ്ട് എന്താ കാര്യം? എത്ര കൂട്ടി വെച്ചിട്ടെന്ന കാര്യം? അപ്പോൾ ഇറങ്ങി പുറപ്പെട്ട മക്കളെ, കാണേണ്ട ആളെല്ലാം വേഗം വന്ന് കണ്ടോ. ആരോഗ്യമോ മെയിനായിട്ട് ആരോഗ്യം തന്നെ. ആ ഉള്ള സമയത്തെ ഇതെല്ലാം വന്നിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റൂ. പിന്നെന്തിനാണ് ജീവിതമോ? സോ നോക്കിക്കണ്ട, ഇറങ്ങി പുറപ്പെട്ടോ വന്നോ കണ്ടോ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഒന്ന് അപ്പുറത്തെ ഷൂവും കൂടി ഒന്ന് വൃത്തിയാക്കട്ടെ. കണ്ടാ ഫുള്ള് മറ്റേ പഞ്ചസാര എങ്ങാനോ ഉള്ളിക്കയറ്റിട്ടോ പോലെയാ. വെള്ളമൊന്നും ഫീൽ ആകുന്നൊന്നുമില്ല, കാരണം അലിയുന്നില്ലല്ലോ, അല്ലാതല്ലേ വെള്ളം ഫീൽ ആവില്ല. എങ്ങനെയാകുമ്പോൾ തിരിച്ചു നോക്കല്ലോ. ഞാൻ വീണ്ടും പറയുന്ന മക്കളെ, ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമാട്ടാ, സത്യമായിട്ട് നഷ്ടമാണ്. ആകെ കേരളത്തിന് ചെറിയ പൈസക്ക് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള എത്തിപ്പെടാണ്ട് പറ്റുമോ? എന്നാലും നമ്മൾ വരില്ല എന്ന് പറഞ്ഞാൽ കാണ്, ഇതെല്ലാം ഒന്ന് വന്നിട്ട് കാണ്. എപ്പോൾ നമ്മളെ നാട്ടിൽ ആർത്തന്നെ ഇരുന്നതിനെ കൊണ്ടുവന്ന കാര്യം, ഇടയ്ക്ക് നമ്മുടെ നാട് മോശമാണെന്നല്ലേ, ഇടയ്ക്കൊന്ന് ഇതെല്ലാം വന്നിട്ട് കാണണോ. ഇപ്പോൾ നല്ല പാക്കേജൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമ്മൾ ടീം ബൂട്ട്സിനെ കോൺടാക്ട് ചെയ്യുക. ഇവിടെയുള്ള കുറേ ആൾക്കാർ നമ്മൾ ടൈപ്പ് ചെയ്ത് മനോഹരമായ വ്യത്യസ്തമായ ഒരുപാട് പാക്കേജ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാനിലുണ്ട്. അപ്പോൾ നമ്മളെ പേജ്, ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ എല്ലാവരും എപ്പോൾ ഫോളോ ചെയ്യുക. നമ്മൾ കൂടെ തന്നെ ഉണ്ടാവുക. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ആ ഡ്രീമായിട്ട് കാണുന്ന നമ്മളും അതുപോലത്തെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യണം. ഓക്കെ, കൂടുതൽ പറയാൻ കഴിഞ്ഞില്ല, സമയം 5:15. ഇനി മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകണം. അതാ പാരാഗ്ലൈഡിങ് ഒക്കെ നടന്നുകൊണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കേബിൾ കാറുണ്ട് മുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്നാൽ ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓ നടക്കുമ്പോൾ ഇങ്ങനെ കുണ്ടായി പോകുന്നു. ഇതിലൂട്ടിലിങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് പൂണ്ടു പോകുന്നുണ്ട്. ഇത് നോക്കിയാൽ ആർട്ടിക്കുള്ള മാളം കണ്ടായി പിന്നെ ആഴുള്ള സ്ഥലം നോക്കിയും കണ്ട് നടന്നിട്ടില്ലെങ്കിൽ അങ്ങ് പാതാളത്തിലേക്ക് പൂണ്ടു പോകും. അതുകൊണ്ട് ഞാൻ ഈ വടിയും കൊണ്ട് മെല്ലെ ഇങ്ങനെ കുത്തി നടക്കണം. എന്നാലും ഇങ്ങനെ പൂണ്ടു പോകുന്നുണ്ട്. അയ്യോ, അങ്ങനെ ചങ്ങന്മാരുടെ മനസ്സില്ലാ മനസ്സോടെ സോളാങ് വാലിയിൽ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. എന്താ പറയേണ്ട, ഒന്നും പറയാനില്ല. Nothing to say. This is heaven. Just heaven. അപ്പം കേരളത്തിൽ നിന്നുള്ള നമ്മൾ 3 പേര്, കോഴിക്കോടുള്ള പേര് പറഞ്ഞാൽ ഷെഫീഖ്, ഇർഷാദ്, അസ്രു. ഇപ്പോൾ എവിടെ പോയാലും മലയാളികളുണ്ട്. ഇവിടെ മൊത്തം മലയാളീസ് തന്നെ ഉള്ളു അല്ലേ? ഫുള്ള് മലയാളി. അപ്പോൾ ഓക്കേടാ, കണ്ടിട്ട് സന്തോഷം. ഓക്കെ, കാണാം. ശരി, ഇൻഷാല്ലാ. അപ്പോൾ അവരെയും കണ്ട് ഞാൻ എന്താ വേറെ നൈസ് റോക്സ് നിങ്ങൾക്ക് കാണിച്ചിട്ടല്ല. അപ്പോൾ എന്താ ഇതാണ് ഐഡിയ. ഇത് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഹെൽമെറ്റിൻ്റെ ആ ഒരറ്റ അപ്പുറത്തേക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫായി. ആരും എടുത്തിട്ട് കൊണ്ടുപോകും കേട്ടോ. എല്ലാം ഞാൻ പഠിപ്പിച്ചിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് എസ്കേപ്പ് പോവാം. ഉള്ളെല്ലാം നനഞ്ഞിട്ടുണ്ട്, വീണോ.